അട്ടപ്പാടിയിൽ ആനയെ ആക്രമിച്ച മധ്യവയസ്കൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് പ്രദേശത്ത് വൻ പ്രതിഷേധം. അഗളി താവളത്ത് റോഡ് ഉപരോധിച്ചാണ് നാട്ടുകാർ പ്രതിഷേധത്തിനിറങ്ങിയത്. മൃതദേഹവുമായി കുടുംബവും നാട്ടുകാരും റോഡിൽ കുത്തിയിരുന്നാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച പ്രതിഷേധം ഉച്ചയ്ക്കും തുടർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് താവളത്തു നിന്നും സാധനങ്ങൾ വാങ്ങി തേക്കുവട്ടയിലെ വീട്ടിലേക്ക് പോകുമ്പോൾ റോഡിൽ നിന്ന് ഒറ്റയാൻ ശാന്തകുമാറിനെ ആക്രമിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു മരണം. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ചർച്ച നടത്തിയെങ്കിലും നാട്ടുകാർ പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ശാന്തകുമാറിനെ വഴിയിൽ കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത്. മണ്ണാർക്കാട് വനംവകുപ്പ് ഡിവിഷണൽ ഓഫീസർ നസീറിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു. ഇതോടെ ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. പ്രദേശത്ത് ഏറെക്കാലമായി കാട്ടാനകളുടെ ശല്യം ഉയർന്നിട്ടുണ്ടെങ്കിലും വനംവകുപ്പ് വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയുമായാണ് നാട്ടുകാർ സമരത്തിനിറങ്ങിയത്. അഗളി മുതൽ ആനക്കട്ടി വരെയുള്ള അട്ടപ്പാടിയിലെ പല പ്രദേശത്തും ആനശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം പുലി പശുവിനെയും കൊലപ്പെടുത്തിയിരുന്നു. വന്യമൃഗശല്യത്തിനെതിരെ സർക്കാർ മതിയായ നടപടിയെടുക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് നാട്ടുകാർ അറിയിച്ചു. കോൺഗ്രസ്, BJP ഉൾപ്പെടെയുള്ള കക്ഷികളുടെ നേതാക്കളും പ്രവർത്തകരും സ്ഥലത്ത് പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്.